എല്ലാവർക്കും മല്ലുകൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയെക്കുറിച്ചാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ധ്യാൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളിയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് സിനിമ നേടിയെടുത്തത്. സിനിമ ഒരു ഹിറ്റായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ വാങ്ങുന്ന റിപ്പോർട്ടാണ് നേരത്തെ വന്നത്. എന്നാൽ ഇപ്പോൾ സോണി ലീവ് സിനിമയുടെ അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം വന്ന ഈ സിനിമ ജൂൺ മാസം സെക്കൻഡ് വീക്കിൽ സോണി ലീവിലൂടെ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെക്കുറിച്ചാണ്. നിവിൻ പോളി നായകനായി വന്ന സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. ഒരുപാട് കോമഡികൾ സിനിമയിൽ ഉണ്ടായിരുന്നു. സിനിമ തിയേറ്ററുകളിൽ എവറേജ് ആയിരുന്നു. വലിയൊരു ഹിറ്റ് സമ്മാനിക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. നിവിൻ പോളി, അനശ്വര രാജനൊക്കെയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവ് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ OTT എപ്പോൾ വേണമെങ്കിലും വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. ഈ സിനിമ ജൂൺ മാസത്തിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. പൃഥ്വിരാജാണ് സിനിമയിൽ നായകനായി വന്നത്. ഒരു പ്രവാസിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായിരുന്നു. 150 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. അത്രയും ഗംഭീര വിജയമാണ് ആടുജീവിതം എന്ന സിനിമ നേടിയിരുന്നത്. ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാറാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ നേരത്തെ മെയ് 26-ന് വരുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ സിനിമയുടെ ട്രെയിലർ വന്നിട്ടില്ല. OTTക്ക് മുന്നേ ഒരു പ്രൊമോയെങ്കിലും ഹോട്ട്സ്റ്റാറിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ ജൂൺ മാസത്തിലായിരിക്കും റിലീസ് എന്ന അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ജൂൺ 2-നായിരിക്കും ആടുജീവിതത്തിൻ്റെ റിലീസ്. അപ്പോൾ ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.